ഹലോ എവരിവൺ. അപ്പോൾ ഈ ഓണത്തിന് നാട്ടിൽ പോകാൻ പറ്റാത്ത എല്ലാ ബാംഗ്ലൂർ മലയാളീസിനും വേണ്ടിയാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നാട്ടിൽ പോകാതെ ഹോം സിക്നെസ് ഒക്കെ അടിച്ച് കിടക്കുമ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. ഫുഡ് ഈസ് എ സൊല്യൂഷൻ. അമ്മമാരുണ്ടാക്കുന്ന ഓണസദ്യ ഒന്ന് റിക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാനും ആരെയും തീരുമാനിച്ചു. നേരെ ഒരു ഉത്രാട പാച്ചിലായിരുന്നു. ACSൽ നടക്കുന്ന ഓണച്ചന്തയിൽ പോയി സദ്യക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഒരുവിധം വാങ്ങിച്ചു. പിന്നെ വീട്ടിൽ വന്ന് നല്ല ലേറ്റായി. തിരിച്ചൊരു മോർണിംഗ് 7-7:30 ആയപ്പോൾ കിച്ചൺ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സോ കിച്ചൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി ആര്യയ്ക്ക് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ വലിയ റോളൊന്നുമില്ല. ഹൗസ് ക്ലീനിങ്, വിളക്കൊരുക്കൽ, പൂക്കളം ഉണ്ടാക്കൽ, അതൊക്കെയായിരുന്നു എനിക്ക് അസൈൻ ചെയ്ത ടാസ്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആര്യയെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഷി വാസ് കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റഡ് ഓൺ കുക്കിംഗ്. അങ്ങനെ ഒരുവിധം വിളക്കൊക്കെ ഒരുക്കി പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെയാണ് നമ്മുടെ മച്ച് അവൈറ്റഡ് റിവീൽ, ഓണസദ്യ. അതൊരു ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓതൻറ്റിക് സദ്യ തന്നെയായിരുന്നു അത്. ഓണസദ്യ ഇറ്റ്സ് കംപ്ലീറ്റ്. ഉപ്പേരി, അച്ചാർ, ഇഞ്ചിക്കറി, പാവയ്ക്ക പച്ചടി, ബീട്രൂട്ട് കിച്ചടി, തോരൻ, കോവയ്ക്ക, ചമ്മന്തി, തീയൽ, പിന്നെ ഒരു സ്പെഷ്യൽ പൈനാപ്പിൾ മധുരക്കറി, അവിയൽ, പിന്നെ ആര്യയുടെ ഒരു സ്പെഷ്യൽ കടലത്തോരൻ ഉണ്ടായിരുന്നു. അതൊരു പുതിയൊരു വിഭവമായിരുന്നു എനിക്ക്. പിന്നെ നമ്മുടെ ചോറ്, പരിപ്പ്, പപ്പടം, സാമ്പാർ, പുളിശ്ശേരി, രസം, പായസം, അങ്ങനെ വേണ്ട ഈ കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരുന്നു ഈ വർഷത്തെ ഓണസദ്യ. സോ കംപ്ലീറ്റ്ലി എന്താ പറയുക, നാട്ടിൽ പോകാത്തൊരു ഫീൽ ഇല്ലായിരുന്നു ആ ഒരു ഓണസദ്യ കഴിച്ചപ്പോൾ. പിന്നെ ഈ ഓണത്തിൻ്റെ ഒരു 2 സ്പെഷ്യൽ ഗസ്റ്റ് ഞങ്ങൾ കണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷ് അണ്ണൻ, വൈഫ്, പിന്നെ ഞങ്ങളുടെ ക്യൂട്ട് ട്വിൻസ്. അങ്ങനെ ഫുഡ് വിളമ്പലും കഥ പറച്ചിലും ഒക്കെ ആയിട്ടൊരു 2-3 hours അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം പിന്നെ നേരെ അമ്പലദർശനമായിരുന്നു. അവിടെ തൊഴുത് പരിപാടിയൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് വീക്കെൻഡ് ഈസ് ഓവർ, വർക്ക് റെസ്യൂം ചെയ്യണം. അങ്ങനെ അത് ഓർത്തപ്പോൾ നേരെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് വന്നു. പിന്നെ ഒരു സ്പെഷ്യൽ മറ്റൊരു കാര്യം, ഒരു ഭയങ്കര മാജിക്കൽ സ്കൈ ആയിരുന്നു ഓണ ദിവസത്തിൽ നമ്മുടെ ബാംഗ്ലൂരിൽ കാണാൻ പറ്റിയത്. അവിടെ കുറച്ച് നേരം സ്കൈ വാച്ചൊക്കെ കണ്ടു നിന്നു. ദാറ്റ്സ് ഇറ്റ്. ഓണം ഈസ് ഡൺ.